എല്ലാവരും എന്തെടുക്കുകയാണ്, സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കാണിക്കാനാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു ഡാൻമ ലൈഫ് തന്നെ ആയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കാത്തൊരു ദിവസമാണ്. കാരണം ചേട്ടനെ ഡിസ്ചാർജ് ചെയ്യുന്നത് 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, മെഡിക്കൽ കോളേജിലേക്കാണ്. അങ്ങോട്ട് പോയാൽ പിന്നെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഫുൾ ബിസി ആയിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ? ബയോ. അപ്പം ഞാൻ കുളിച്ച് റെഡി ആവാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ കുളിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ക്രീം എൻ്റെ ഫേസിലിടുന്നുണ്ട്. ഇത് നിവ്യയുടെ സോഫ്റ്റിൻ്റെ ഒരു ക്രീമാണ്. ഞാൻ ഇതല്ലെങ്കിൽ പോൺസിൻ്റെ ആണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഫേസിന് ഇതാണ് ഓക്കെ ആയിട്ട് തോന്നിയേക്കണത്. അപ്പോൾ ഞാൻ ഒരു കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും, നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇപ്പം പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നെല്ലാം പറയുകയാണ്, നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കണം. പ്രത്യേകിച്ച് നൈറ്റ് ഒരു എന്താ കുറുവാ സംഘം എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കും. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയേണ്ടല്ല, സൂക്ഷിച്ചിരിക്കും. നമ്മുടെ അവരിപ്പോൾ സൗണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പുറത്ത് നൈറ്റ് ആകുമ്പോൾ പുറത്ത് അവർ ബാക്ക് സൈഡിൽ പൈപ്പ് തുറന്നിടണം വെച്ചാൽ, അല്ലെങ്കിൽ ഉണ്ണികൾ കരയണം വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ കരയണം വെച്ചാൽ, അങ്ങനത്തെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അവർ നമ്മളെ പുറത്തേക്ക് ഇറപ്പിക്കാനുള്ള ഒരു ഇതൊരു നോക്കണത്. അപ്പോൾ എന്തൊക്കെ സൗണ്ട് ഉണ്ടെങ്കിലും വെള്ളം തുറന്നിട്ട് വെള്ളം പൊക്കോട്ടെ നിങ്ങൾ വിചാരിച്ചോളൂ, ജീവനേക്കാളും വലുതല്ലോ. അപ്പം എന്തൊക്കെ സൗണ്ട് കേട്ടാലും ആരും പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. അത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. കാരണം നമ്മുടെ തൃശ്ശൂർ കുരിയച്ചിറ ഭാഗത്തൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറയേണ്ടതല്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോഴും നമ്മൾ പുറത്ത് പോയിട്ട് നോക്കാറുണ്ട്. വാതിലൊക്കെ നന്നായി നമ്മൾ അടച്ചിട്ടിട്ട് വേണം നമ്മൾ അകത്തിരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിലെത്തി. 57ാമത്തെ ടോക്കൺ നമ്പറായിരുന്നു കേട്ടോ അവിടെ. നമ്മുടെ 71 ഓക്കെ. അപ്പോൾ ചേട്ടനൊരു ഇതുണ്ട്, എന്താ ഒരു പറയാമെന്ന് ഡോക്ടർമാർ എന്തായിരിക്കും പറയാനുള്ളതുണ്ട് ചേട്ടന്. അപ്പോൾ നമ്മളകത്ത് കയറി ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 മാസമെങ്കിലും എടുക്കും എന്നാണ് പറഞ്ഞത് മാറാനായിട്ട്. പിന്നെ കണ്ണിൻ്റെ ആ ഒരു റെഡ് കളറുണ്ട് ഇപ്പോഴും, അത് മാറുന്ന വരെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞ് തന്നെ 3:45 ഇപ്പോഴാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയുടെ അവിടെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടിയത്. ഞാൻ പൊറോട്ടയും ചില്ലി ചിക്കനും, ചേട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിട്ട്. നമുക്ക് ആ ടൈം ആയതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. 4 മണി 4:15 ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി. അപ്പോൾ അമ്മ തൃശ്ശൂർ തന്നെയാണ് അമ്മ പണിക്ക് പോകുന്നത്. അപ്പം അമ്മയും കൂടിയും അമ്മ ഇറങ്ങുന്ന ടൈമിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമായി എല്ലാം ഡോക്ടറെയും നമ്മൾ മെഡിസിനൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴേക്കും. അങ്ങനെ നമ്മൾ 2-3 പേരും ബസ് കയറി അപ്പച്ചൻ്റെ അടുത്ത് ഇറങ്ങി മീനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്തു. അടിപൊളി മീനായിരുന്നല്ലോ, മുരിച്ചെടുത്തു മീനൊക്കെ. അങ്ങനെ നമ്മൾ ചോറ് കഴിച്ച് കഴിയുമ്പോൾ അമ്മയും അപ്പച്ചനും കൂടി പുറത്തേക്ക് പോയിട്ട്, അത് വേറെ ഒന്നല്ല, ഒരു അമ്മാമ്മ വയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് അപ്പച്ചൻ്റെ അമ്മയുടെ ചേച്ചി വയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ കാണാൻ പോയിട്ട് അവർ തിരിച്ച് വന്നപ്പോൾ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച്. ഈ ഒരു സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്രീമായിട്ട് കേക്ക് പോലെ അടിപൊളി സാധനമായിരുന്നു. ചേട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. പിന്നെ ചേട്ടൻ ഷുഗർ തീരെ കുറവാണ്. നിങ്ങൾ ഷുഗർ കുറഞ്ഞാലും കൂടിയാലും സൂക്ഷിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.